ചെറിയാച്ചോ, ഞാനേ ഇത്തവണ എടുത്ത ലോട്ടറി ടിക്കറ്റിന്റെ തലയിലെടുത്ത് പത്രത്തിൽ വന്നിട്ടുണ്ട്. കയ്യിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടായിരുന്നെങ്കിൽ നോക്കാനൊരു മൂടുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് എനിക്കൂടെ തന്നിട്ട് കുടിക്കടാ, പ്രായത്തെങ്കിലും ബഹുമാനിക്ക്. ഇതെന്റെ കട്ടൻ കാപ്പിയാ. ഓഹോ, ത്രിഗുണൻ റം. സൂര്യൻ നിലത്തുനിന്ന് പൊങ്ങട്ടടാ, വെറും വയറ്റ് വലിച്ചു കയറ്റാതെ കരള് പാടും. താൻ ഇങ്ങനെ പരത്തി സ്നേഹിക്കാതെ പോയി ഒരു ബക്കറ്റ് വെള്ളം കോരിക്കൊണ്ട് വയ്ക്കും. അതെ, പറയുമ്പോ മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ ജാതകത്തിൽ 7 ശനിയുടെയും ആഗ്നേയ ഗ്രഹത്തിന്റെയും ദൃഷ്ടി ഉള്ളതുകൊണ്ട് കുറച്ചു നാളത്തേക്ക് തീയുടെയും വെള്ളത്തിന്റെ അടുത്ത് പൊക്കൂടാ. എന്നാ ഇറങ്ങ വെളിയിലോട്ട്. കട്ടൻ കാപ്പി ഉണ്ടാക്കി ഞാൻ അണ്ണാക്കിൽ ഒഴിച്ചു തരാം. ചെല്ല്. അല്പം പരസ്പര ബഹുമാനം വേണം. സസ്പെൻഷനിലാണെങ്കിലും ഞാൻ PWDയിലെ സൂപ്രണ്ടാണ് കേട്ടോ. ചെല്ല്. അവൻ ശരിയാകത്തില്ല. ഇതെന്താടാ കാടി വെള്ളം പോലെ ഇരിക്കുന്നത്? പഞ്ചാരയില്ലെങ്കിൽ കട്ടൻ കാപ്പി ഇങ്ങനെ. പഞ്ചാര എന്തിയേ? പഞ്ചാര ഇല്ല. ഓമന കുട്ടനായിരുന്നു നീ ഇങ്ങനെ കൊടുക്കൂടാ? അതിന് വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് ജോലി ഇല്ലാത്തോണ്ടല്ലേ. ഞാൻ മലപ്പുറത്ത് സർവീസിൽ ഉണ്ടായിരുന്നപ്പോ രണ്ടും കൂടി വന്ന് എന്നെ മുടിപ്പിച്ചില്ലടാ. എന്നിട്ട് എന്റെ ജന്മത്തിൽ പാപഗ്രഹം വന്നപ്പോ നിനക്കൊക്കെ എന്തും ആകാവുന്നോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ കട്ടൻ കാപ്പി വെച്ചാൽ കട്ടൻ കാപ്പി തന്നെ തരണം. ഇങ്ങനൊക്കെ പറയാം ഞാനാരാ? തന്റെ വേലക്കാരനോ എന്ന് വെച്ചോ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞൊന്ന് കണ്ണടക്കാന്ന് വെച്ചാ ഈശ്വര, എന്റെ തലയിലെടുത്ത് ഭയങ്കരം തന്നെ. ഗ്ലാസ് ഓമനക്കുട്ടാ, ഇവൻ നിന്റെ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചു. മനുഷ്യന് ഒരു പണിയില്ല എന്ന് വെച്ചാൽ ഗ്ലാസ് എടുത്ത് നിലത്തെറിഞ്ഞ് പൊട്ടിച്ച് പണി പഠിക്കാ വേണ്ടത്? ആർക്ക് പണിയില്ലെന്ന്? എനിക്ക് പണിയൊക്കെ ഉണ്ട്. അറിയാം, കണ്ട പെമ്പിള്ളേരെ വളയ്ക്കുന്ന പണി. അതെന്റെ കഴിവാ. കാഷായത്തിൽ പൊറിഞ്ഞു വന്നിട്ട് ഒരു പട്ടിക്കും വേണ്ടല്ലോ. പ്രായത്തെ ബഹുമാനിക്കണം. ഗ്ലാസ് എറിഞ്ഞ് ഉടച്ച എന്തിനാണെന്ന് പറ. എനിക്കിനി ഗ്ലാസ് എറിഞ്ഞ് ഉടയ്ക്കാനും വയ്യ, കണ്ടവൻ കുടിച്ച ഗ്ലാസ് കഴുവാനും വയ്യ. ഓമനക്കുട്ടാ, ഈ അടുക്കള സോപ്പ് പെരുമാറുന്നതിന്റെ മൂപ്പാ. അത് തന്നെയാ. എന്നെ കൊണ്ട് ഇനി അടുക്കള പണി പറ്റിയല്ല. വേണമെങ്കിൽ ഒരു വേലക്കാരൻ ചെറുക്കനെ അന്വേഷിച്ചോണം. ഒരു പങ്ക് ഞാനും തന്നേക്കാം. അത്രേ ഉള്ള പ്രശ്നം. ഒരു മാസത്തിനകം ഏത് വൈകുണ്ഠത്തുനിന്നാണെങ്കിലും ഒരു വേലക്കാരൻ പയ്യനെ ഞാൻ കൊണ്ടുവന്നിരിക്കും. ഒന്ന് തൊള്ള അടക്കി മനുഷ്യനൊന്ന് ഉറങ്ങട്ടെ. തൃപ്തിയായല്ലോ. വരുമാനമുള്ള ഏക ഒരുത്തൻ, ഒരുപോലെ കണ്ണടയ്ക്കാനുള്ള യോഗമില്ല. ഉത്രാട നക്ഷത്രക്കാരുടെ വിധി പൊതുവേ ഇങ്ങനാ. റൂം സർവീസ്. എത്ര നേരം ഇത് പിടിച്ചോണ്ട് നിൽക്കണോടാ? ഏതാ സാർ റൂം? 506. സാറിന് എന്താ വേണ്ടത്? അതിന് എത്ര തവണ പറയണോടാ? കൊണ്ടുവേണം ഒരു ടൊമാറ്റോ സൂപ്പ്. ശരി സാർ. ശ്രീനി, 506 ഗസ്റ്റ് ആരാ? ഒന്നും പറയണ്ട, ഒരു തണ്ണി കേസാ. പകല് മുഴുവൻ കിടന്ന് ഉറങ്ങും, രാത്രി മുഴുവൻ ഉറക്കം വളച്ചിരുന്ന് മനുഷ്യന്റെ സ്വസ്ഥത കിടന്നു. എന്നും വൈകുന്നേരം ആ ശിവന്റെ അമ്പലത്തിൽ പോയി തൊഴുന്നേം കാണാം. ഒരാഴ്ചയായിട്ട് എന്റെ ഉയരെടുത്തോണ്ടിരിക്കുക. സാർ റൂം സർവീസ്. സാർ റൂം സർവീസ്. സാർ സൂപ്പ്. പഞ്ചാര കൊണ്ടതല്ലേ? സൂപ്പിന്റെ കൂടെ എങ്ങനെയാ സാർ പഞ്ചാര ശരിയാവുന്നത്? നീ ആരടാ എന്നെ പഠിപ്പിക്കാൻ? ഞാൻ സൂപ്പിന്റെ കൂടെ പഞ്ചാര ഉപയോഗിക്കും. നീ എന്ത് ചെയ്യും? നീ വെറും ഒരു ഹോട്ടൽ ബെയർ. ആ നിലയ്ക്ക് നിന്നാ മതി, ഉപദേശിക്കൊന്നും വേണ്ട. ഞാൻ വിചാരിച്ച ഈ ഹോട്ടൽ വേണേലും വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയും. ഓമനക്കുട്ടോ, ഇതെന്ത് പറ്റി? 506 ഗസ്റ്റ് സൂപ്പ് കുടിച്ച. അയാൾ എത്ര മണിക്ക് അമ്പലത്തിൽ പോകുന്ന താൻ പറഞ്ഞത്? വൈകിട്ട് 7 മണിക്ക്. ശരിക്ക് തൊഴുതോ? അങ്ങനെ അങ്ങ് പോയാലോ? നീ മുഖത്ത് ചൂപ്പൊഴിക്കല്ലേടാ? നീ ആരാ? നീ വെറും ഒരു ഹോട്ടൽ ബെയറാടാ. അത് ഹോട്ടലിൽ. ഇവിടെ നമ്മൾ രണ്ടുപേരും ഒന്നാ, സിറ്റിസൺസ്. അടിക്കാനും അടി കൊള്ളാനും നമുക്ക് രണ്ടുപേർക്കും ഒരേ അവകാശമാ.
താമരശ്ശേരി കോവിലകത്തെ ജഗന്നാഥവർമ്മയെ നിനക്ക് അറിയില്ല. താമരശ്ശേരി കോവിലകത്ത ജഗന്നാഥ വർമ്മ ഇനി പോയി സൂപ്പ് കുടിച്ചാട്ടെ. ഉള്ള. നീ എന്ത് പറഞ്ഞാലും ശരി, തല്ലിയത് ശരിയായില്ല. തല്ലേണ്ട നേരത്തല്ല നീ തല്ലിയത്. പിന്നെ എന്റെ മുഖത്ത് സൂപ്പ് എടുത്ത് ഒഴിച്ചാൽ ഞാൻ എന്ത് ചെയ്യണം? സഹിക്കണം. ഓ, എല്ലാം സഹിക്കേണ്ട സമയമാണിപ്പോ. ജാതകവശാൽ ജന്മാഷ്ടമത്തിൽ ചൊവ്വയാണ്. ഒന്ന് നിർത്തണോ പിഷാരടി? കുറെ കാലമായാലോ താനിത് പറയുന്നു. ജാതകം തേങ്ങാക്കൊല. തേങ്ങാക്കൊല അല്ലടോ, ഗ്രഹനല. അതിനെ കവച്ചു വെക്കാൻ ആർക്കും സാധ്യമല്ല. മാനഹാനി, ജയിൽവാസം, വ്യവഹാര ചെലവ്, ഇതെല്ലാം നിനക്കിപ്പോ അച്ചട്ട. നമസ്കാരം. ഇരുന്നാട്ടെ. ഇരിക്കണ്ട. കുടിക്കാൻ ചായയോ കാപ്പിയോ? ചായയോ? ഞാനൊരു പരാതി ബോധിപ്പിക്കാൻ വന്നതാ. പരാതി ബോധിപ്പിക്കാനല്ലാതെ സദ്യ ഉണ്ണാൻ ആരെങ്കിലും ഇങ്ങോട്ട് വരുമോ? സ്റ്റേഷനിൽ ആര് വന്നാലും ചായയോ കാപ്പിയോ കൊടുക്കാൻ SIക്ക് നിർബന്ധ. എവിടെയുള്ള ആര്? SI. അയാളോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അദ്ദേഹം. സർ, എക്സ്ക്യൂസ് മീ. ചായ കൊടുത്തായിരുന്നോ? ചോദിച്ചു, വേണ്ടത്രേ. ഞാനിവിടെ ഹോട്ടൽ റോജയിൽ താമസിക്കുന്നു. എന്താണ്? ഞാനിവിടെ ഹോട്ടൽ റോജയിൽ താമസിക്കുന്നു. ആ ഹോട്ടലിലെ ഒരു ബേറർ ഇരുട്ടത്ത് മറഞ്ഞിരുന്നെ കടന്നാക്രമിച്ചു. ഒരു പെറ്റീഷൻ എഴുതി തരണം. പെറ്റീഷൻ എഴുതി തരാനായിരുന്നെങ്കിൽ ഞാൻ എന്റെ ഡ്രൈവറെ അയക്കുമായിരുന്നു. പിന്നെ സാർ എന്താ ഉദ്ദേശിക്കുന്നത്? അവനെ ഇപ്പൊ തന്നെ തപ്പണം. അഡ്രസ് എന്റെ കയ്യിലുണ്ട്. അവനെ ഈ രാത്രി ഈ ലോക്കപ്പിൽ തന്നെ കിടത്തണം. സാറ് പറയുന്നത് മാത്രം കേട്ടിട്ട് ഒരു ചെറുപ്പക്കാരനെ ലോക്കപ്പിൽ കിടത്തുക എന്ന് പറയുന്നത് അന്യായമാണ്. ആണെങ്കിലും സാറിനെ കണ്ടാൽ ഒരു യോഗ്യനെ പോലെ ഉണ്ട്. തത്തമംഗലത്ത് ജഗന്നാഥവർമ്മ എന്ന് പറഞ്ഞാൽ IG വാസുദേവനും അറിയും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അന്യായമായിട്ടുള്ളത് ഞാൻ സാറിന് വേണ്ടി ചെയ്യാം. അന്യായമായിട്ടുള്ളത് എനിക്കൂടെ കിട്ടിയാൽ. വളച്ചൊടിക്കാതെ കാര്യം പറയണം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞ കക്ഷിയെ അങ്ങയുടെ സന്തോഷത്തിന് വേണ്ടി ഇന്ന് രാത്രി ലോക്കപ്പിൽ ഇട്ടാൽ എനിക്കെന്ത് കിട്ടും? എന്ത് വേണം? എന്ത് വേണമെന്നാവശ്യപ്പെട്ടാൽ സാറിന്റെ മനസ്സിന്റെ ഒരു വിസ്തൃതി പോലെ. 500 രൂപയുണ്ട്. എന്താ സാർ ഇങ്ങനെ? 5 രൂപയെ കിടന്ന തക്കാളി 12 രൂപയായി സാർ. 12 രൂപയെ കിടന്ന വെളിച്ചെണ്ണയ്ക്ക് 56 രൂപയായി. ഈ യൂണിഫോം ഒന്ന് അലക്കി എടുക്കണമെങ്കിൽ രൂപ 6 കൊടുക്കണം സാറേ. എന്നിട്ടാണോ ഈ 500 രൂപ? സാറേ, കോളേജിൽ ചേരാൻ കാശ് കൊടുത്തു, പോലീസിൽ ചേരാൻ കാശ് കൊടുത്തു, 2 രാഷ്ട്രീയ കക്ഷികൾക്ക് ഒരേ സമയത്ത്. ഇതെല്ലാം കൂടെ മുതലാക്കാൻ ആകെ ഒരു ജന്മമല്ലേ ഉള്ളൂ സാറേ. വല്ലതും കൂടെ മനസ്സറിഞ്ഞ് കൊടുക്കണം സാർ. 500 രൂപ ഉണ്ട്. ഈ പോലീസ് ജീപ്പ് എന്താണ് ഇങ്ങോട്ട് വരുന്നത്? നിങ്ങളിൽ ഏത് കുട്ടനാ ഓമനക്കുട്ടൻ? ഞാൻ തന്നെ. വെരി നൈസ് ടു മീറ്റ് യു. താങ്ക് യു. സ്റ്റേഷൻ വരെ ഒന്ന് വരണം. എന്തിനാ? എന്റെ SIക്ക് ഒന്ന് കാണാനാ. അദ്ദേഹത്തിന് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പിടിച്ചൊന്ന് ഉമ്മ വെക്കണം. അതിനാ. നമസ്കാരം സാർ. അനിയ മര്യാദയ്ക്ക് ഹോട്ടൽ പണി ചെയ്തങ്ങ് ജീവിച്ചാ പോരെ. എന്തിനാ ഈ മാന്യന്മാരെയൊക്കെ തല്ലാൻ പോന്നേ? സാർ ഒരു അവസരം കൂടെ തന്നാ ഇയാൾക്ക് ഞാൻ ഒന്നുകൂടെ കൊടുക്കാം. ഹോട്ടൽ ബോയ് ആണെന്ന് കരുതി ആർക്കും എന്തും ആകാമെന്ന് കരുതരുത്. ഞാൻ റൂമിൽ സൂപ്പും കൊണ്ട് പോയതാ. ആ ചൂട് സൂപ്പ് എടുത്ത് ഇയാൾ എന്നെ മുഖത്തൊഴിച്ചു സാർ. അത് പറഞ്ഞില്ലല്ലോ. നിങ്ങള് സൂപ്പ് അയാളുടെ മുഖത്തൊഴിച്ചോ? അതങ്ങ് കോടതി പറഞ്ഞോളാം. അത് ശരി. അപ്പൊ നിങ്ങൾ ഇവിടം വിട്ട് നേരെ കോടതിക്ക് പോയോ? എന്നാ പിന്നെ ഇവിടെ വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നിങ്ങൾ വളവളാന്ന് സംസാരിക്കാതെ ഇവരെ പിടിച്ച് അകത്തിടണം. രൂപ 1000 അങ്ങോട്ട് തന്നത് ആര് തന്നു? ഞാൻ തന്നു. അപ്പൊ അത് ഞാനും കോടതി പറഞ്ഞോളാം. റഹ്മാൻ സാർ, അനിയ ഐ ആം സോറി. ഇയാളെ വന്ന പോലെ കൊണ്ടാക്കിയേക്കണം. നമ്മളവര് ഹലോ, ശരിയായില്ല. ഇതിലേ തരണം. ഒരു ചായ കുടിച്ചിട്ട് പോവാ. ചായ കുടിക്കാനാണോ സാർ എന്നെ ഈ നേരത്തെ മെനക്കെടുത്തത്? ജഗന്നാഥവർമ്മയോട് കളിക്കല്ലേ. കളിക്കാൻ കൊള്ളുകയല്ല. കക്കാനാണെങ്കിലും കൊല്ലാനാണെങ്കിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. 1000 രൂപ എന്ന് പോലും. താൻ വെറും ഒരു ചാവാലി ഇൻസ്പെക്ടർ ആടോ. തന്നെ എവിടെ നിർത്തണമെന്ന് എനിക്കറിയാം.
എന്ന് വേണമെങ്കിൽ എനിക്കിപ്പോൾ പറയാം. പക്ഷേ ഞാനിത് പറയില്ല, കാരണം അതെന്റെ സംസ്കാരമല്ല. ഗുഡ് നൈറ്റ്. റഹ്മാൻ സാർ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാട്ടെ. ഡാ എന്താടാ എന്താ എന്നെ വിളിച്ചേ? എന്താ എന്നെ വിളിച്ചേ? എടാന്ന് അതാ ഞാൻ ചോദിച്ചത് എന്താടാന്ന്. എനിക്ക് ഒരു പേരുണ്ട്, തോമസ്. അത് വിളിച്ചാ മതി. എടാന്ന്. ആഹാ, ഊണ് കഴിക്കാൻ വിളിച്ചോണ്ട് റഹ്മാൻ അടുക്കള തന്നെ ഇരിപ്പായോ? ഇനിയിപ്പം ഉണ്ണണമെന്നാണ് സാർ. വിളമ്പേണ്ടത് ഇവനല്ലേ? അവനെന്താ കുഴപ്പം? ഞാൻ അന്നേ സാറിനോട് പറഞ്ഞതാണ് കോട്ടയം ബസ് സ്റ്റാൻഡിൽ കണ്ട് ഒരുത്തനെ പിടിച്ച് ജോലിക്ക് നിർത്തണ്ടാന്ന്. റഹ്മാൻ പരത്താതെ കാര്യം പറ. സാർ ഞാൻ അവനെ കയറി ഒന്ന് ഇടാന്ന് വിളിച്ചു. എന്നാൽ അവൻ മനസ്സിലാക്കണ്ടേ ഒരു പോലീസുകാരന്റെ ഏറ്റവും മര്യാദയുള്ള വിളിയാണിതെന്ന്. അവൻ ഉടനെ കയറി എന്നോട് എന്താടാന്ന്. അവൻ അങ്ങനെ വിളിച്ചു? വിളിച്ചു സാർ, ചോദിക്കും. തോമസ്, നിനക്ക് എന്തോ പ്രായമുണ്ട്? 16. ഇദ്ദേഹത്തിന് എന്ത് പ്രായമുണ്ടെന്നറിയോ? അറിഞ്ഞൂടാ. 54. എടാ നങ്ങേരി വിളിച്ചാൽ എന്താടാന്ന് നീ വിളിക്കൂ. പോയി ചോളമ്പ്. എന്താ സാർ പതിവില്ലാതെ ഇന്ന് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ, മുജീബ് റഹ്മാന് ഒരു നല്ല ചാപ്പാട് തരാന്ന് കരുതി. അതാ ചോദിച്ചേ, പതിവില്ലാതെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ? ആ, ഒരു ചെറിയ വിശേഷമുണ്ട്. എനിക്ക് ട്രാൻസ്ഫർ ആയി. എങ്ങോട്ട്? ദത്തമംഗലം. ഇത്തവണ നമ്മളെ പിരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാറ് തത്തമംഗലത്തേക്ക് പോയിക്കോ. ഈ മുജീബുർ റഹ്മാൻ അവിടെ എത്തിയിരിക്കും. അതിനുള്ള വകുപ്പ് എന്റെ കയ്യിലുണ്ട്. വാ, ഭക്ഷണം കഴിക്കാം. തോമസ്, ഇവനെ എന്ത് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുക. എത്ര നേരമായി ഭക്ഷണം പോകാൻ പറഞ്ഞിട്ട്. തോമസ്, തോമസ്, തോമസ്. സാർ, ഭക്ഷണത്തിന് പകരം അവന്റെ ഒരു കത്തുണ്ട്. കത്തോ? സാർ, എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പോകുന്നു. ഞാൻ എൻ്റെ ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ. തോമസ്. എന്റെ അയ്യരെ ഒത്തു കിട്ടി. എന്ത് പണി ചെയ്യാനും അവൻ തയ്യാറാ. അവനൊന്ന് രക്ഷപ്പെട്ടാ മതി. എന്തും കൊടുക്കാൻ ഞാനും തയ്യാറാ. ആ ചെറിയാന്റെയും പിഷാരടിയുടെയും കയ്യിൽ നിന്ന് ഒന്ന് രക്ഷപ്പെട്ടാ മതി. രാവിലെ ഇവിടെ കുത്തിയിരുന്ന് ജാതകം വായിക്കാതെ എന്നെ ഒന്നും സഹായിക്കും. നിങ്ങൾക്കൊക്കെ ദോശ വിട്ട് തീർക്കാനുള്ളതല്ല എന്റെ ജീവിതം. എന്നാര് പറഞ്ഞു? തൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി ദോശ ഇടുക എന്നുള്ളതാണ് നിന്റെ കർമ്മം, ജാതക യോഗം. ദോശ ഇരുന്ന് അടുക്കളയോട്ടിൽ അവിടെ കിടന്ന് കഴിയട്ടെ. അതാണ് നമ്മുടെ വീട്. നീ നേരെ അടുക്കളയിലോട്ട് എന്നൊരു ചായ ഇട്ടോ. ആ, അവിടെ ഇരിക്കുന്ന ആരെയും മൈൻഡ് ചെയ്യണ്ട. നീ ഏതാടാ? എടാ കൊച്ചനെ, നീ നല്ലോണം ആലോചിച്ചോ? വീട് മാറി കയറിയതാണോ? അല്ല, ഞാൻ ഈ വീട്ടിലേക്ക് തന്നെയാ വന്നത്. എന്നോട് പറഞ്ഞു ആരോടും മിണ്ടാ അടുക്കളയിൽ ചെന്ന് ചായ ഇട്ടോളാൻ. ആര്? മറ്റേ ചേട്ടൻ. മറ്റേ ചേട്ടനോ? അതെ, ഈ ചേട്ടൻ. നിങ്ങൾ രണ്ടുപേരും വന്ന്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനിയെങ്കിലും ഈ വീട്ടിൽ സമാധാനം വേണം. ഇന്നു മുതൽ അടുക്കള കാര്യമല്ല അവൻ നോക്കിക്കൊള്ളു. ചാപ്പാട് സമയത്ത് രണ്ടുപേരും വാ എന്ന് തുറന്നു കൊടുത്താൽ മതി. അവനോട് അധികം വർത്തമാനമൊന്നും വേണ്ട. നീ എന്ത് വർത്തമാനായി പറയുന്നത്? അത് കൊള്ളാം. അപ്പൊ ഞങ്ങളൊക്കെ വെറും ഓച്ചന്മാരോ? ആ, അത് പിഷാരടി പറഞ്ഞത് നേരാ. നീ ഒരുത്തനെ കൊണ്ട് നിർത്തിയെന്ന് വെച്ച് അവൻ ഞങ്ങളെ റെസ്പെക്ട് ചെയ്യണ്ടേ? അതിനായം ഒരു പയ്യൻ വീട്ടുവേലക്ക് വന്നാൽ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം. അതെ, അല്ലെങ്കിൽ നാളെ അയ്യർ എന്തെങ്കിലും ആവശ്യത്തിന് ഇങ്ങോട്ട് കയറി വരുമ്പോ താനേത് കൊച്ചാണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അതെ, ഞാനിപ്പോ എന്താ വേണ്ടത്? ഞങ്ങളെയൊക്കെ മാന്യമായ രീതിയിൽ ഒന്ന് പരിചയപ്പെടുത്തണം. ഇരി. ആ, അയ്യരും ഇരുന്നോ? ദാ, ഇന്നു മുതൽ നിനക്ക് 3 ചേട്ടന്മാരാണുള്ളത്. 3 അല്ല 4. 3 ചേട്ടന്മാരും ഒരപ്പൂപ്പനും. എല്ലാവരെയും നീ ഒരുപോലെ കാണണം, സ്നേഹിക്കണം, അനുസരിക്കണം. എന്താണ് അവന്റെ പേര്? രാംകുമാർ, ചെങ്ങമനാട്. നീ ചെങ്ങമനാട് മൊത്തം മേടിച്ചോ? അല്ലേലും രാംകുമാർ എന്നൊക്കെ വിളിക്കാൻ വലിയ പാടാ.
വല്ല IAS ഓഫീസറെയും വിളിക്കുവാന്ന് ആ, ചോദിച്ചു. നമുക്കിവനെ രാമ എന്ന് വിളിക്കാം. വിളിക്കാനൊരു സുഖമുണ്ട്, പുണ്യവും കിട്ടും. രാമ രാമ. ആ അത് മതി. എന്താടാ എന്റെ നക്ഷത്രം? ചിത്തിര. എന്താ? ഉം. അവനെ പറഞ്ഞു വിട്, പോക്ക് കേസാ. ചിത്തിര നക്ഷത്രം, അക്കുടി നാശം, സ്ഥാനഭ്രംശ, ധനക്ഷയൻ, അഖില ശരീര അസ്വാസ്ഥ്യ ദുഃഖാന്തിത. താൻ തന്നെ പാട് നോക്ക്, ഒരു കുഴപ്പമില്ല. നീ ഒന്നേ, നീ അവന്റെ ചെവി ശ്രദ്ധിച്ചോ? ആന ചെവിയാണ്, അതായത് കൃത്യബോധവിഹീനൻ. നിനക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം, ഗജ ഫ്രോഡ്. അത് ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാം സാറ് നോക്കിക്കൊണ്ടാ മതി. തൽക്കാലം അവനൊന്ന് പണി ചെയ്ത് തുടങ്ങട്ടെ. എങ്ങനുണ്ട് ഊണ്? കൊള്ളാം. എന്നാ കൊള്ളുകാല. കന്നാലിക്ക് കൊടുക്കുന്ന പോലെ ചേനയും വാഴയ്ക്കും കണ്ടം തുണ്ടമായി വെട്ടിയിട്ട് പുഴുങ്ങി അവിയലാകില്ല കേട്ടോടാ. അങ്ങനെ അങ്ങ് ആക്ഷേപിക്കൊന്നും വേണ്ട, അവൻ നന്നായിക്കോളും. പണ്ട് എനിക്ക് അൾസറാ, എനിക്ക് എന്റെ ആരോഗ്യം നോക്കിയേ പറ്റൂ. എന്നാ എനിക്ക് എന്റെ ആരോഗ്യം നോക്കിയേ പറ്റത്തുള്ളൂ. എനിക്കിനി കണ്ടവനെ ക്ലാസ് ഇടാൻ പറ്റിയല്ല. വേലക്കാരൻ വരുന്നതിന് മുമ്പ് അതിന്റെ കുഴപ്പം, ഇപ്പൊ വന്നപ്പോ അതിലും കുഴപ്പം. ഉണ്ടോ? ഓ, അങ്ങനെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പതിവൊന്നും ഇവിടെ ഇല്ലല്ലോ. എന്നാ ഉണ്ണുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം ബാത്റൂമിൽ വെച്ചേക്കണം, ഉടനെ ആവശ്യം വരും. ഓ, അത്രയ്ക്ക് പോറൊന്നുമല്ല. നീ എന്തിനാ അവന്റെ സൈഡിൽ നിൽക്കുന്നേ? പിന്നെ ഇയാളെ ഉണ്ടാക്കും. നിങ്ങൾ ഇങ്ങനെ കീരിയും പാമ്പും കളിച്ച് ഇനി എന്നെ മണ്ണനാക്കാൻ ശ്രമിക്കണ്ട. എന്ത് പ്രശ്നം വന്നാലും ഒരു മാസം അവനിവിടെ നിൽക്കും. അതിനവൻ വെച്ച് ഞാൻ അവനെ എല്ലാം പഠിപ്പിച്ചെടുത്തോളാം. അല്ല, അവനെ പഠിപ്പിച്ചെടുക്കാൻ അങ്ങ് തീരുമാനിച്ചു. എന്നാൽ അവൻ എവിടെ കിടക്കും? അവനിവിടെ എവിടെയെങ്കിലും കിടക്കും. അവനെന്താ ആനയാണോ? ആനയല്ല, ആന ചെവി. ചിത്തിര നക്ഷത്രമാണ്, സൂക്ഷിച്ചില്ലേ ഇരിക്കുന്നിടം തോണ്ടും. അവൻ പിഷാരടി കൂടെ കിടന്നോളും. പറ്റുകയല്ല, ഒരു വർഷത്തേക്ക് ആരുമായും സഹശയനം പാടില്ല. ഓമനക്കുട്ടൻ്റെ കൂടെ കിടക്കട്ടെ. എല്ലാം ഓമനക്കുട്ടന്റെ പള്ളിക്ക് വെച്ചു. വൈകുന്നേരം വരെ പണിയെടുത്ത് രാത്രി സ്വല്പം പാട്ട് കേട്ട് കിടന്നുറങ്ങുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷം. അത് പങ്കിടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ചെറിയാച്ച ഒന്ന് സഹകരിക്കും. അയ്യോ, അത് മാത്രം പറ്റിയല്ല. നിങ്ങൾക്കറിയാമല്ലോ, കാഞ്ഞിരപ്പള്ളി തന്നെ സ്വന്തം അനിയൻ വന്നിട്ട് ഞാൻ എന്റെ കൂടെ കിടത്തിയോ? കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഹോട്ടലിൽ മുറി എടുത്ത് കൊടുത്ത് താമസിപ്പിച്ചു. എന്റെ കൂടെ ആരെയും കിടന്നാൽ എനിക്ക് ഉറക്കം വരികയില്ല. ഇവനെ എവിടെങ്കിലും ഒന്ന് കിടത്തണമല്ലോ. എവിടെങ്കിലും കിടത്തിയാ പോരാ, ഭദ്രമായിട്ട് കിടത്തണം. എന്തൊരു സംസാരം ഇത്? മൈക്കിൽ കൂടി വിളിച്ചു പോകുന്നവരുണ്ടല്ലോ. ഞങ്ങൾ അയ്യരുടെ ഗതികേടിനെ പറ്റി സംസാരിച്ചിരിക്കുകയായിരുന്നു. സമയത്ത് വാടക കിട്ടുന്നില്ലെന്ന് ഒഴിച്ചാൽ പിന്നെ എനിക്കെന്താ ഗതികേട്? എന്താ ഗതികേടെന്ന്? രാത്രിയിൽ അയ്യര് ഉറങ്ങാൻ കിടക്കുന്നു. പെട്ടെന്ന് തൊണ്ട വരലെന്ന പോലെ നെഞ്ചിൽ ഒരു വേദന. സംഭവിക്കാൻ വേണ്ടി പറയുന്നതല്ല. അയ്യർ കാലിയാകാൻ പോകുന്നു. ഒരു ഗ്ലാസ് വെള്ളം വേണം. എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ശരിയല്ലോ ഓമനക്കുട്ടാ? ശരിയാണോന്ന് ചോദിച്ചാ അങ്ങനെ സംഭവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മൂന്നുപേരും ഉള്ളപ്പോ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞേ. ഉടനെ നിങ്ങൾ എന്നെ കടിച്ചിറാൻ വന്നില്ലേ? രാമ, രാമ, നീ പകൽ മുഴുവൻ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ട് രാത്രി അയ്യരുടെ കൂടെ പോയി കിടന്നോണം. പോത്തുപോലെ കിടന്ന് ഉറങ്ങാനല്ല,
നട്ടപ്പാതിരാക്ക് അങ്ങേർക്ക് വല്ല വിമ്മിഷ്ടമോ ശ്വാസം മുട്ടലോ എന്തിനാ വന്നാ ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത്? പയ്യന് മനസ്സിലാകണ്ടേ അയ്യരെ വന്നാൽ ഉപകരിക്കാൻ വേണ്ടിയാ. ഷാരടി, നിങ്ങളല്ലേ പറഞ്ഞത് അവൻ ആനച്ചെവിയാണ്, സൂക്ഷിക്കണം. ശുദ്ധ ബ്രാഹ്മണന്മാർക്ക് അതൊന്നും ഏശയില്ല. പിന്നൊരു കാര്യം, അവന്റെ 2 കൈകളും ഒന്ന് സൂക്ഷിച്ചു. അതെന്താ? അവന്റെ കയ്യിലിരിപ്പ് അങ്ങനെ